ശേഷവും മുമ്പല്ല ശേഷവും ഹദീസുകൾ ഒരുപാടുണ്ട്. ഞാൻ അവിടേക്ക് പ്രവേശിക്കല്ല. പക്ഷേ അങ്ങനെ വരുന്ന സഹോദരിമാരോട് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി താക്കീത് ചെയ്തു പോയൊരു താക്കീതാണ്. ഈ മറക്കപ്പുറം മുകൾ ഭാഗത്തൊക്കെ ഇരിക്കുന്ന എന്റെ ഉമ്മമാര്, സഹോദരിമാര്, പെൺമക്കള്, സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോണ വിദ്യാർത്ഥികളായ എന്റെ സഹോദരിമാര്, കുഞ്ഞനുജത്തിമാര് പ്രത്യേകം മനസ്സിലാക്കണേ. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാ, നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് നിരോധിച്ചതാണ് സുഗന്ധം. സ്ത്രീക്ക് അല്ലാഹുവിന്റെ റസൂല് വീടിന് പുറത്ത് സുഗന്ധം നിരോധിച്ചു. വീടിനകത്ത് തന്റെ ഭർത്താവിന്റെ മുന്നിൽ സുഗന്ധം അനുവദിക്കപ്പെട്ടു. അത് വളരെ പുണ്യകരമാക്കപ്പെട്ടു. എവിടെ? ഭർത്താവിന്റെ മുന്നിൽ. പുതിയാപ്പിളിന്റെ മുന്നിൽ ആ ചീഞ്ഞ മാക്സി, ആ കയ്യിലും തുണി, നാറിയത്, മുളക് തുഴച്ചതും മാന്തിയതും, കുളിക്കാനും നേരല്ല, അങ്ങനെ വന്ന് അങ്ങനെ പുറത്തേക്കിറങ്ങുമ്പോഴോ പൗഡറൊക്കെ പൂശി അല്ലേ, ചിലപ്പോ ഒന്നും അങ്ങനെ കയ്യിലൊക്കെ മണം പോകാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് മീനൊക്കെ നന്നാക്കിയല്ലേ, മണം പോകാൻ വേണ്ടി കയ്യിലൊക്കെ പൊഴിച്ച് വന്ന് ഇങ്ങനെയൊക്കെ ആക്കി പൗഡറൊക്കെ തേച്ച് വാരി പൊത്തി കുറെ വരുതി നിവ്യ പിടിപ്പിക്കും, കുറെ വേറെന്തെങ്കിലുമൊക്കെ തേച്ച് പിടിപ്പിക്കും. അതിന്റെ മുകളിൽ പൗഡറും ഉഷാറായി. ആരെങ്കിലും കാണുമ്പോൾ അൽഹംദുലില്ലാ എന്റെ പെണ്ണുങ്ങളെ പറ്റി ആൾക്കാർക്ക് ധാരണ തരുമോ, ഓള് നല്ല ഉഷാറാണ്. പുതിയാപ്പിളെ മൂപ്പർക്ക് കാണുമ്പോ എന്നും ഈ ഒരു മോൻ തന്നെയല്ലേ. പുറത്തേക്ക് ഇറങ്ങുമ്പോ മൂപ്പരനെ അലിച്ചു, പഠിച്ചോൻ എന്റെ പെണ്ണുങ്ങൾക്ക് ഇത്ര ചന്തണ്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ മൂപ്പത്തിയേറിനെ ഞെട്ടിപ്പോയി, എനിക്ക് ഇത്ര ഭംഗിയുണ്ടോ. ഈ ഭംഗി അവനെ ഭർത്താക്കന്മാരെ മുമ്പ് കാണിച്ചൂടെ? കാണിക്കണം. സാന്ദർഭിക കേട്ടോ, ഇതൊക്കെ സാന്ദർഭികാണ്. ഒരാൾക്ക് വിഷമം തോന്നണ്ടേ, ആരും ഇറങ്ങിപ്പോകുമ്പോണ്ടേ, ഇതൊക്കെ നിങ്ങൾ പഠിക്കാനുള്ള വിഷയമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, أيما امرأة استعطرت ثم مرت على القوم ليجدوا ريحها فهي زانية. എന്താണെന്നറിയോ ഹബീബ് പറഞ്ഞത്? ഏതൊരു സ്ത്രീയാവട്ടെ, ഏതൊരു സഹോദരിമാരാകട്ടെ, സമൂഹം അവളുടെ സുഗന്ധം അറിയണമെന്ന ഭാവത്തോടെ സുഗന്ധം പൂശി സമൂഹ മധ്യത്തിലൂടെ നടക്കുന്നുവോ അവള് വ്യഭിചാരിണിയാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് സ്വഹീഹാണ്. അങ്ങനെ സ്ത്രീകൾ സുഗന്ധം പൂശി പുറത്തിറക്കുന്നുണ്ടെങ്കിൽ, സ്ത്രീ സുഗന്ധം പൂശി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിണ്ടെങ്കിൽ അവളെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഫഹിയ സാനിയ, അവള് വേശ്യയാണ്, വൃത്തികെട്ട സ്ത്രീയാണ്. നോക്കണേ, ഈ ഒരു പുറത്തുപോക്ക്, ഈ ഒരു പുറത്തേക്കിറക്കം, ഈ ഒരു വെളിയിലിറക്കം, അത് പള്ളിയിലേക്കാണെങ്കിൽ പോലും, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച സുന്നത്തായ നമസ്കാരങ്ങളിലേക്കാണെങ്കിൽ പോലും, ഏത് തറാവീഹ് നമസ്കാരത്തിനാണെങ്കിൽ പോലും, ജുമുഅ നമസ്കാരത്തിനാണെങ്കിൽ പോലും, അവനവന്റെ വീടിന്റെ ഉമ്മറത്താണ് പള്ളിയുള്ളത്. അവിടെ മുസല്ലൻ നിസാഅുണ്ട്, പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായ ബാബുണ്ട്. രാവിലെയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. റസൂലുള്ളാഹിന്റെ കാലത്തും ശേഷവും സ്വഹാബ വനിതകൾ നമസ്കരിച്ചതുപോലെ അവളങ്ങ് ഇറക്കി പുറപ്പെടുകയാ. പക്ഷെ ആ സമയത്തും അവള് സുഗന്ധദ്രവ്യം ഉപയോഗിച്ചവളാണെങ്കിൽ, വാസനമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചവളാണെങ്കിൽ, വലിയ അശുദ്ധിയിൽ നിന്ന് കുളിക്കും വിധം കുളിച്ച് വാസന കളയണമെന്ന് ലോകത്തിന്റെ ഹബീബ് കർക്കശമായി നിർദ്ദേശിക്കുന്നു. എങ്ങനെ നമ്മളെ പെണ്ണുങ്ങൾ സാധാരണഗതിയിൽ ഇപ്പൊ ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാർ പറയും, ഞങ്ങൾ എന്തായാലും സുഗന്ധമൊന്നും ഉപയോഗിക്കില്ല. ഞങ്ങൾ എന്താ ഉപയോഗിക്കല്? ഞങ്ങൾ പൗഡർ ഉപയോഗിക്കലുണ്ട്. ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരിമാരെ, ഈ കൂട്ടത്തിലന്മാര് വരെ ആ മുഖത്തെ എണ്ണമയം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഇങ്ങനെയൊക്കെ തട്ടിയിട്ടൊന്ന് ഇങ്ങനെ ആക്കലില്ലേ? ഉണ്ടോ? ഉണ്ട്. ഇന്നത്തെ പോൺസ്, പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സുഗന്ധങ്ങളാണ്. പോൺസ് പൗഡർ, അതുപോലെ ഗൾഫിൽ നിന്ന് വരുന്ന ചില സാധനങ്ങൾ, ജെർജൻസിന്റെ ചില പൗഡറുകൾ. ഇന്നത്തെ പൗഡറുകളിൽ മുഴുവൻ ഡിയോഡറന്റ് അടങ്ങിക്കണം. ഡിയോഡറന്റ് എന്ന് പറഞ്ഞാല് വിയർപ്പിന്റെ മണം ഇല്ലാതാക്കാനുള്ള സുഗന്ധം, ഒരു പ്രത്യേക കെമിക്കൽ. നല്ല നമ്മുടെ ചെക്കന്മാരുണ്ടല്ലേ, ഷർട്ടൊക്കെ ഉരുട്ട് ഇങ്ങനെ ഈ ഭാഗത്തുള്ള തൊലിയൊക്കെയാണ് പഴുപ്പിക്കും ഈ ഭാഗത്ത്. പിന്നെ ഓനെ കൊണ്ട് ഒന്നിനും പറ്റൂല. ആ ഷർട്ടിന്റെ അടിയിലൊക്കെ നല്ലൊരു അത്രയൊന്നും ഇപ്പൊ കിട്ടാനില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന 10 റുപ്യന്റെ 20 റുപ്യന്റെ 50 റുപ്യന്റെ അത്രയൊക്കെ തേച്ചാലേ ആ ഭാഗത്ത് കാണാൻ കറുത്തു.
സുഗന്ധം ഉപയോഗിക്കണേ നല്ലത് ഉപയോഗിക്കാം, സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഗന്ധം നീട്ടിയ തിരസ്കരിക്കാറില്ലാണ്. ഞാൻ അത്ര ഒന്നും പൂശാറില്ല. ചില കിബർമാര് റസൂലുള്ളാഹിക്കെതിരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സുഗന്ധം നീട്ടിയത് വാങ്ങും. നമ്മൾ നീട്ടിയ വാങ്ങും ഏതറിയോ മുഴുവൻ ആൽക്കഹോൾ ആയിരിക്കും, അതിന് മണം ഉണ്ടാവും. ആൽക്കഹോൾ നീട്ടി തന്നെ നമ്മൾ വാങ്ങും. സ്പ്രേ അങ്ങനെയല്ല, നമ്മളെ കാഴ്ചപ്പാടൊക്കെ വേറെയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നു പോയ വിഷയം എന്തറിയോ? സുഗന്ധമാണത്. പൗഡർ ഉപയോഗിക്കാറുണ്ടോ? പൗഡർ, ആ പൗഡർ ഉള്ള പെൺകുട്ടികളിൽ നിന്ന് മണം വരാറുണ്ട്. വ്യക്തിപരമായ അനുഭവമാണ്. കൂടെ വർക്ക് ചെയ്യുന്ന പല സ്റ്റാഫുകളിൽ നിന്നും അത്തരം ഗന്ധങ്ങൾ വരാറുണ്ട്. എന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ട് മാറാഞ്ഞിട്ട് അവസാനം എഴുതി കൊടുക്കാറുണ്ട്. പറയാൻ വേണ്ടിയിട്ട്, മോളെ നാളെ മുതലെങ്കിലും പൗഡർ ധരിക്കാതെ വരിക, പൗഡർ ഇടാതെ വരിക എന്നൊക്കെ പറഞ്ഞ് കുറിപ്പ് എഴുതി കൊടുക്കും. നമ്മൾ കുറിപ്പ് എഴുതി കൊടുത്ത് പരിചയമുണ്ടല്ലോ. ചെറിയ കുറിപ്പായതുകൊണ്ട് പിന്നെ ആൾക്കാർ ലവ് ലെറ്റർ തെറ്റിദ്ധരിക്കൊന്നുമില്ല. ചെറുപ്പക്കാർക്ക് കുറിപ്പ് കൊടുക്കുമ്പോ ചിലപ്പോ പറയാം എന്റെ മഫ്തൊന്ന് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുത്തു കൊടുക്കാറ്. പഠിക്കുന്ന കുട്ടികളോടാണെങ്കിൽ പ്രത്യേകം നിർദ്ദേശം, നോട്ട് ബുക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ, മോളെ നാളെ മുതൽ സുഗന്ധം പൂശാതെ വരണട്ടോ, പൗഡർ ഇടാതെ വരണം. മുസ്ലിം കുട്ടികളോ? ഇതൊക്കെ ഹറാമാ, തെറ്റാണ്. നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കാത്തതാണ്. സുഗന്ധം ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ സ്ത്രീകളിൽ വരെ ഉണ്ട് എന്തറിയോ? പൗഡർ ഉപയോഗം. ഈ പൗഡർ ഉപയോഗം തനിച്ച അസംബന്ധാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അള്ളാന്റെ റസൂൽ പറഞ്ഞറിയോ? അയ്യുമംറഅത്തിൻ തതയ്യബത ثم خرجت الى المسجد ليوجد ريحها لم يقبل منها صلاة حتى تغتسل اغتسالها من الجنابه. ഞാൻ പറഞ്ഞില്ലേ, അള്ളാന്റെ പള്ളിക്ക് വരുന്ന ഒരു പെണ്ണ് സുഗന്ധം പൂശി വരികയാണെങ്കിൽ ഓൾ എന്ത് ചെയ്യട്ടെ? വലിയ അശുദ്ധിന്ന് കുളിക്കണത് പോലെ കുളിച്ച് വൃത്തിയായിട്ട് അവള് വരട്ടെ. അവള് നമസ്കാരം സ്വീകരിക്കപ്പെടൂല. എന്ത് ഗൗരവമുള്ള വിഷയം അത്! വലിയ അശുദ്ധിയുള്ള ഒരാള് കുളിക്കണ പോലെ വൃത്തിയായിട്ട് ഒരച്ച് തേച്ച് കുളിപ്പിച്ച് ആ വാസന അവളിൽ നിന്ന് പോണത് വരെ അവളിൽ നിന്ന് നമസ്കാരം സ്വീകരിക്കപ്പെടില്ലെന്ന് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പാപങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാത്ത പാപം. അതൊക്കെ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത പാപമാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചെന്ന ധാരാളക്കണക്കിന് സംഗതികൾ. ആ കൂട്ടത്തില് ഏറെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി എനിക്ക് സമയത്ത് ഓർമ്മപ്പെടുത്തേണ്ടതാണ്. എന്തറിയോ? ഇതൊരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ സ്ട്രക്ചർ, സാമ്പത്തിക രംഗം ഏറ്റവും മലീമസമായൊരു സാമ്പത്തിക രംഗം. നമ്മളൊക്കെ വീട് നിർമ്മാണം, നമ്മളൊക്കെ വീട്ടിലെ വാഹനത്തിന്റെ വാങ്ങൽ, നമ്മുടെയൊക്കെ വീട്ടിലെ മക്കളെ കെട്ടിച്ചു വിടൽ, എല്ലായിടത്തും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ നട്ടെല്ലായി നിലനിൽക്കുന്ന ഒരു സംഗതി ഉണ്ട്. എന്തറിയോ? 3 അക്ഷരമാണ് മലയാളത്തിൽ പറയാം, പലിശ എന്ന് പറയാം. പലിശ. ശ്രദ്ധിക്കാത്തൊരു സാധനം. അത്ര ഗൗരവമുള്ള സംഗതി എന്തറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ അന്യർക്ക് നേരെ ഒരു സമരപ്രഖ്യാപനം നടത്തിയത് പലിശക്കാരന്റെ നേരെയല്ലാതെയല്ല. വല്ലാത്തൊരു വാക്കുണ്ട് ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ ഫഇൻ ലം തഫ്അലൂ ഫഅദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി فإن لم تفعلوا فأذنوا بحرب من الله ورسوله. സത്യവിശ്വാസികളെ, അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗരാജ്യത്തിന്റെ ആളുകളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. പലിശയുടെ വകയിൽ ബാക്കി കിട്ടാനുള്ളത് വിട്ടുകളയുകയും ചെയ്യേണ്ടതാണ്. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പക്ഷത്ത് നിന്ന് സമരപ്രഖ്യാപനത്തെ പറ്റി അറിഞ്ഞുകൊള്ളുക. വിശുദ്ധ ഖുർആന 2-ാമത്തെ അധ്യായമാ, സൂറത്തുൽ ബഖറ 278 279 വാചകമാ. പലിശക്കാരനെതിരെ ഒരു സമരം അള്ളാഹു സമരം നടത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമരം നടത്തുന്നു. ആദർശ പ്രഖ്യാപനം. പലിശക്കാരനെതിരെ അള്ളാഹു കണിശമായി പറയാം. നിങ്ങൾ ആലോചിക്കും, രാഷ്ട്രങ്ങളുടെയും വ്യക്തികളുടെയും നിലവാര തകർച്ച, പലിശ ഇടപാട് കാരണം നഷ്ടം, കോട്ടം, അവശത, അശക്തത, സാമ്പത്തിക പരാധീനതകൾ, തൊഴിൽ രഹിതരുടെ തോത് ഗണ്യമായി വർദ്ധിക്കൽ, സ്ഥാപനങ്ങളും കമ്പനികളും പൊഴിയൽ, ഇങ്ങനെ എന്തെല്ലാം ദുരന്തങ്ങളാണെന്നറിയോ? എന്തെല്ലാം ദുരന്തങ്ങൾ! പലിശയുമായി സമൂഹത്തിന്റെ ബന്ധം
പലിശയുമായുള്ള സമൂഹത്തിന്റെ ബന്ധത്തിലെ പ്രയാസകരമായ അവസ്ഥാവിശേഷങ്ങൾ, പലിശയുമായി ബന്ധപ്പെടുന്ന എല്ലാ അംഗങ്ങളും മധ്യവർത്തികളും സഹായികളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമായ നാവിനാൽ ശപിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ദൂതർ ശപിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ ദൂതർ അങ്ങ് ശപിച്ചു. അള്ളാന്റെ ദൂതർ ശപിച്ചു. ഞാൻ ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് നിങ്ങൾക്ക് അള്ളാഹ് പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അള്ളാഹ് പറഞ്ഞൊരു കാര്യം, അള്ളാഹ് കൃത്യമായി പഠിപ്പിച്ചൊരു സംഗതി. എന്താ? പലിശ ഇനത്തിൽ ബാക്കി കിട്ടാനുള്ളത് നിങ്ങൾ വിട്ടേക്കണോന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താ, ഒരു കാലത്ത് മുസ്ലിങ്ങളുടെ ഇടയിൽ പലിശ സാർവത്രികമായിരുന്നു അല്ലേ? കള്ളിനെ പറ്റി പറഞ്ഞ വാക്കുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ ഇഞ്ഞി വിരമിക്കാനായില്ലേ എന്ന് ചോദിച്ചപ്പോ ഒന്നിച്ച് വീപ്പ തച്ചുടച്ച കഥ എന്നതുപോലെ പലിശ ഇടപാടിൽ നിന്നും ആ കാലഘട്ടത്തിലെ വിശ്വാസികൾ അല്ലാഹു വേർതിരിച്ച് നിർത്തണം. എന്നിട്ടാണ് അവരോട് ചോദിക്കണത്, അള്ളാന്റെ റസൂല്, അള്ളാഹുവിന്റെ റസൂല്, അള്ളാഹു ഒരു ശത്രുത പുലർത്തി അവരുടെ സമരം പ്രഖ്യാപിച്ചു. നോക്കണേ നിങ്ങള്, അള്ളാഹുന്റെ റസൂല് പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. എന്തറിയോ? പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും എഴുതി വെക്കുന്നവനെയും സാക്ഷി നിൽക്കുന്നവനെയും അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, അവരെല്ലാം സമന്മാരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശ തിന്നുന്നവൻ എങ്ങനെയാണോ, പലിശ തീറ്റിക്കുന്നവൻ എങ്ങനെയാണോ, അതുപോലെ തന്നെയാണ് പലിശയുടെ കണക്കുകൾ എഴുതി വെക്കുന്നവൻ, പലിശ കണക്ക് എഴുതി വെക്കുന്നവൻ. അപ്പൊ ഈ കൂട്ടത്തിലിരിക്കണം നമ്മൾ പറയും പലിശ ഇനത്തിൽ നമ്മൾ തിന്നാറില്ല, പലിശ നമ്മൾ തീറ്റിക്കാറില്ല, പലിശയുടെ കണക്കുകൾ നമ്മൾ എഴുതി വെക്കാറില്ല. പക്ഷെ നമ്മളിൽ അറിയാതെ വന്നുപോയൊരു പാപമുണ്ട്. പലിശ ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ സാക്ഷി നിന്നുപോയി. നമ്മൾ സാക്ഷി നിന്നിട്ടുണ്ട് പലപ്പോഴും. 4 മക്കള്, ബാപ്പാന്റെയും മാന്റെയും പേരില്ല സ്വത്ത്. മൂത്ത മോനൊരു ബിസിനസ് ആവശ്യാർത്ഥം, ഏട്ടൻ അനിയന്മാരൊക്കെ നല്ല സ്നേഹത്തിലാണ്, ബിസിനസിന്റെ ആവശ്യാർത്ഥം പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, പണല്ല, നമുക്ക് ഈ സ്വത്ത്, ഈ വീടിന്റെ ആധാരം ബാങ്ക് കൊണ്ടുവെക്കാൻ. എന്നിട്ട് എന്താ എടുക്കണ? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ കൊണ്ടേ വെക്കുമ്പോ വാപ്പ മരിച്ചിക്കണം. അപ്പൊ ഉമ്മ ഒപ്പിടണം, ജ്യേഷ്ഠൻ ഒപ്പിടണം, ജ്യേഷ്ഠത്തി ഒപ്പിടണം, ഇയാൾ ഒപ്പിടണം, അനിയത്തി ഒപ്പിടണം, എല്ലാരും ഒപ്പിടണം. ഈ 4 പേരും തുല്യരാണെന്ന് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷി നിൽക്കുന്നവരെ നിങ്ങളും തിന്നവരെയും തീറ്റിച്ചവരെയും എഴുതി വെച്ചവരെയും പോലെയാണ്. ജനങ്ങൾക്ക് ഇപ്പോഴും ഇതിന്റെ ഗൗരവം ബോധ്യമായിട്ടില്ല. നോക്കണേ, ഞാൻ ഒരു ഹദീസ് കൂടി പറഞ്ഞുതരാം. ദിർഹമുർ റിബാ യഅകുലുഹു അർറജുലു വഹുവ യഅലമു അശദ്ദു മിൻ 36 സനിയ. പലിശപ്പണമാണെന്ന് അറിഞ്ഞിട്ട് ഒരു ദിർഹം കൊണ്ട് തിന്നുന്നത്, ഇത് പലിശപ്പണമാണെന്ന് അറിഞ്ഞോ, എന്നിട്ടൊരു ദിർഹം കൊണ്ട് തിന്നുന്നത്, ഒരു പണം, ഒരു നാണയം, ഒരു അണു, അവനെ 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനമാണെന്ന് ഇമാം അഹ്മദിന്റെ റിപ്പോർട്ടിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശപ്പണമെന്ന് മനസ്സിലായിട്ടും അതിന്റെ സമ്പത്ത് കൊണ്ട് തിന്നുന്നോ 36 തവണ വ്യഭിചരിക്കുന്നവനേക്കാളും മോശമാണ്, അതിനേക്കാളും കഠിനാണ്. ഇനി ആൾക്കാർ പലിശന്ന് പിന്തിരിയില്ല. നമ്മുടെ നാട്ടില് ധനികനെന്നോ നിർധനെന്നോ സാധാരണക്കാരെന്നോ ജോലിക്കാരെന്നോ ഒരു വ്യത്യാസമല്ല, എല്ലാവരും പലിശ. ഇപ്പൊ നമ്മളൊക്കെ എന്തിനാ പലിശയായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിൽ ഉണ്ടാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉണ്ടെങ്കിൽ എന്തിനാ? വീട് വെക്കാൻ, എന്തിനാണ്? വാഹനം വാങ്ങാൻ, എന്തിനാ? മോനെ പഠിപ്പിക്കാൻ, എന്തിനാ? മോളെ കെട്ടിക്കാൻ, അല്ലെങ്കിലോ വീടിന്റെ ഒരു ഭാഗം ഒന്നും കൂടി ഉയർത്തി വെക്കാൻ, ഇങ്ങനെയൊക്കെയല്ലേ? അല്ലെങ്കിലോ ബിസിനസ് ആവശ്യം, അല്ലെങ്കിലോ കൃഷി ആവശ്യം. എന്തൊക്കെ ലോണാ? വിദ്യാഭ്യാസ വായ്പ, വിവാഹ വായ്പ, ധന വായ്പ, അങ്ങനെ കുറെ വായ്പകളാ പലിശാധിഷ്ഠിതമായത്. ഇതൊക്കെ ഹറാം. വായ്പയിൽ പലിശ കലർന്ന ഒരു വായ്പ നമുക്ക് ഹലാലല്ല. ഇവിടെ സുന്നിയും മുജാഹിദും ജമാഅത്തും തർക്കമില്ലാത്ത വിഷയമല്ലേ ഇത്? ലോകത്ത് ഈ അർത്ഥത്തിൽ മുസ്ലിം ഗ്രൂപ്പുകൾക്കിടയിൽ തർക്കമില്ലാത്തൊരു വിഷയം പറഞ്ഞത്. പലിശയുടെ വിഷയത്തിൽ ഒരാൾക്കും തർക്കമല്ല, ഒരു സംഘടനക്കും തർക്കമല്ല, എല്ലാരും ഒരുപോലെ. പലിശ ഹറാം, ഒരാൾക്കും തർക്കമല്ല.
അപ്പൊ നിങ്ങൾ ആലോചിച്ച് എത്ര ഗൗരവ അല്ലേ റസൂൽ പറഞ്ഞത്, എത്ര ഗൗരവ. പലിശയുടെ അനുപാതം കൂടുതലെന്നോ കുറവെന്നോ നമ്മൾ പറയും ചിലര് 7% ഞാൻ കൂടിയതിന് 1% തുല്യമാണ്. ലഹരിയെ പറ്റി റസൂൽ പറഞ്ഞില്ലേ, ഒരു സൂചി പൊട്ടിനോളമാണ് ലഹരിയെങ്കിലും അത് ഹറാമാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു സൂചി പൊട്ടിനോളമാണ് പലിശയുടെ ഇനമെങ്കിലും അത് ഹറാമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ ദീനിന്റെ നിയമം റസൂൽ പഠിപ്പിച്ച അള്ളാഹ് പഠിപ്പിച്ചതാ. എത്ര ചെറുതാണെങ്കിലും ഇത് ഹറാമാണ്. എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ ആലോചിച്ച്, എത്ര ചെറുതാണെങ്കിലും ഇത് ഹറാമാണ്. الربا وإن كثر فإن عاقبته تصير إلى قل. പലിശ എത്രമാത്രം ഉണ്ടായാലും അതിന്റെ പര്യവസാനം ഇല്ലായ്മയിൽ ചെന്നെത്തും. നമ്മൾ മനസ്സിലാക്കി എന്താ പറയുക, പലിശപ്പണം ചില ആൾക്കാരെ, പ്രത്യേകിച്ച് നമ്മൾ ഈ നാട്ടിലെ കോട്ടയം, കൊല്ലം, അങ്ങനെ കുറെ ജില്ലകളിൽ ക്രിസ്ത്യൻ മേഖല ഭൂരിപക്ഷ പ്രദേശങ്ങളൊക്കെ പലിശ കൂമ്പാരാണ്. ഞാൻ എപ്പോഴും ആലോചിക്കണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഹിന്ദു സമൂഹത്തെക്കാളും പലിശാന കൂട്ടത്തിലറിയോ, ജൂതന്മാരുടെയും നസ്വാറാക്കളുടെയും മുസ്ലിങ്ങളുടെയും കൂട്ടത്തിലാണ്. വേദഗ്രന്ഥം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലെ പലിശ കൂടുതൽ. തോറയും ബൈബിളും അഥവാ തൗറാത്തും ഇഞ്ചീലും വിശുദ്ധ ഖുർആനും ഒരുപോലെ നിരോധിച്ചതാ പലിശ, ഒരുപോലെ. എന്നാൽ ഏറ്റവും കൂടുതൽ പലിശ ഉള്ളതോ ഈ 3 മതവിഭാഗത്തിലാണ്. അല്ലാഹു അക്ബർ, എന്തൊരു ഖൗമായി ഖൗമ്. വേദഗ്രന്ഥം നൽകപ്പെട്ട പ്രവാചകന്മാര് വന്ന ഈ സമുദായ മക്കൾ ഈ 3 വിഭാഗം സെമിറ്റിക് മതങ്ങളിലാണ്. നമ്മുടെ നാട്ടിലെ മുശ്രിക്കുകളായി, നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ ബഹുദൈവ വിശ്വാസികളായി അറിയപ്പെടുന്ന നമ്മുടെ സഹോദര മുസ്ലിം സഹോദരങ്ങളെക്കാളും പലിശയുമായി ബന്ധം അത് പാടില്ല, അത് നീചമാണ്, വൃത്തികേടാണ് എന്ന് പറഞ്ഞ ഉമ്മത്ത് മുസ്ലിമയിലും ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലും ജൂതന്മാരുടെ കൂട്ടത്തിലാണ്. നിയമം പറഞ്ഞവരുടെ കൂട്ടത്തിൽ അതിന് നേരെ എതിരെ. ഓൾക്ക് നിയമമൊന്നുമില്ല, അതുകൊണ്ട് ഓലതിൽ കുറവാ. എങ്ങനെ അങ്ങനെ ഒന്നും എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറയാം, ഗൗരവമായിട്ട് പറയാം. ഇനിയോ എന്ത് പറഞ്ഞാലും നമ്മൾ ആളുകളെ പലിശയെന്ന് പിന്തിരിയൂല. ചെയ്തു പോയില്ലേ, വന്നുപോയില്ലേ, പറ്റിപ്പോയില്ലേ, അല്ലാഹുവോട് പശ്ചാത്തപിച്ചോ. വഇൻ തുബ്തും ഫലകും റഊസു അംവാലികും ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ. നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മൂലധനം നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾ അക്രമം ചെയ്യരുത്, നിങ്ങൾ ആക്രമിക്കപ്പെടുകയും അരുത്. വിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്ത് ബഖറയുടെ 289-ാമത്തെ വാചകമാ. നമ്മളൊന്ന് പശ്ചാത്തപിച്ച് മടങ്ങണേ, അല്ലാഹുവിലേക്ക് മടങ്ങണേ, പലിശ ഇടപാടുകളിലേക്ക് മടങ്ങല്ലേ. ഒരു വിഷയത്തിലും പലിശ വരല്ലേ. എന്റെ മോളെ കെട്ടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പലിശ വേണ്ട, എനിക്ക് വീടില്ലെങ്കിലും പ്രശ്നമില്ല, പലിശ ഇടപാടിലുണ്ടായ വീട് വേണ്ട, വാഹനമില്ലെങ്കിലും പ്രശ്നമില്ല, പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട വാഹനം വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു, എന്നിട്ട് നമ്മുടെ തലയിൽ കയറിയില്ലല്ലോ. കേറിയില്ലെങ്കിൽ ഒരു കേറാനൊരു കാര്യം പറഞ്ഞു. റോട്ടിൽ രണ്ടാളിങ്ങനെ സംസാരിച്ചേക്കാം, തമ്മ തെറ്റിയപ്പോ ഒരുത്തം പറഞ്ഞു എന്റെ ഇങ്ങനെ പറഞ്ഞ ഉമ്മാന്ന് പറയാൻ വന്നിട്ടുള്ളൂ. അപ്പോഴേക്ക് ഒരു ഒറ്റടിനടിച്ചു. അതെ, എന്റെ ഉമ്മാനെ പറ്റി പറഞ്ഞ ചാവട്ടി എന്റെ അണ്ണാക്കുന്ന പുറത്തൊക്കെ നടക്കുന്നു. ഉമ്മ അവിടെ നൊട്ടച്ചെന്നിട്ട് എന്റെ ഉമ്മാനെ തൊട്ട് കളിക്കണം. നമുക്ക് ഉമ്മാനെ പറ്റി പറഞ്ഞാൽ വലിയ പൊള്ളും, വാപ്പാനെ പറ്റി പറഞ്ഞതിനേക്കാളും പൊള്ളും. അമ്മ പറഞ്ഞാരാ? ആരമ്മ? حملته أمه وهنا على وهن وفصاله في عامين. ക്ഷീണത്തിന് മേൽ ക്ഷീണമായിട്ടാ ഗർഭം ചുമന്നത്. 2 കൊല്ലക്കാലം മുല തന്നു. എന്നിട്ട് റബ്ബ് പറയാൻ നീ എന്നോട് നന്ദി കാണിക്കണേ, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണേ. നമ്മൾ കണ്ടില്ലേ പ്രഗ്നന്റ് ആയ സ്ത്രീകൾ നടന്നു പോണത്. ഞാൻ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്നും കാണാനുള്ള കാഴ്ച. അവരോട് സ്നേഹവും ഒരു ഇഷ്ടമൊക്കെ തോന്നും. പ്രാർത്ഥിക്കാൻ മനസ്സിൽ എപ്പോഴും വരും, കുറച്ചോനെ അവരാ ഉമ്മാക്കും ആ വയറ്റിലുള്ള കുഞ്ഞിന് നന്മ ചൊരിയണേ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് സദാ. ഒരു വല്ലാത്ത പ്രായം. ഇസ്ലാം പഠിപ്പിച്ചൊരു പോയിന്റ് കൂടെ എന്താ പറയുക, പ്രഗ്നന്റ് ആയിട്ടേ ഉള്ളൂ, പ്രസവിച്ചിട്ടില്ല. ആ സ്ത്രീയെ പറ്റി ഹമലത്തുഹു ഉമ്മുഹു വഹനൻ ലാ വഹൻ. പ്രസവിച്ചിട്ടില്ലാത്ത പെണ്ണിനെ പറ്റി ഉമ്മാന്നാ പറഞ്ഞു. ഗർഭിണി ആയപ്പോഴേക്കും ഉമ്മാന്ന് പറഞ്ഞു. അമ്മ അത്ര പ്രധാനമാണ്, അമ്മ അത്ര പ്രധാനമാണ്. നമുക്ക് ആർക്കും തിരിയാത്ത അമ്മ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പോലും ഒരു വാക്കും വേണ്ട, അമ്മ ഞാൻ പോകട്ടെന്ന് പറയില്ല, ചെന്നൊന്നും വിളിക്കൂല. പല ആളുകളെയും പല ഇസ്ലാമിസ്റ്റുകളെ മൗലിയമാരൊക്കെ പറ്റിയുള്ള പരാതി എന്തോ, ഓനൊരു പോക്കാണ് പോയാ എന്നാ വരച്ച അന്നു വരുന്ന. ഞാൻ ഈ അടുത്തൊരാളെ പറ്റി കേട്ട വാക്കാത്. ഉമ്മാന്റെ വേദനയും ഉമ്മാന്റെ പ്രയാസവും വാപ്പാന്റെ വേദനയും വാപ്പാന്റെ പ്രയാസവും അത് നമ്മൾ അറിയില്ല മക്കളെ. ആ സമയത്തേക്ക് നമ്മൾ എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ ഉമ്മാനെ പറഞ്ഞ നമുക്ക് പൊള്ളും, ഈ ഉമ്മാനെ പറഞ്ഞ പൊള്ളൂലേ? പൊള്ളും. എന്തുകൊണ്ടാ പൊള്ളണേ? രക്തബന്ധത്തിന്റെ മുലകുടി ബന്ധത്തിന്റെ പൊള്ളല. ഈ ശരീരത്തിന്റെ നിലനിൽപ്പ്, ഈ
ഈ ഓട്ടം, ചോര, ഈ ഒരു ശരീരത്തിനകത്തെ ജീവൻ ആ ഒരു മുലപ്പാലാണ്. ആ മുലപ്പാൽ 2 കൊല്ലക്കാലം കുടിച്ച മുലപ്പാൽ. അല്ലാഹു റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. നമ്മുടെ ഉമ്മമാർക്ക് അല്ലാഹു, വാപ്പാർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും കരുണ ചൊരിയുകയും അവരെ അല്ലാഹു കരുണയോടുകൂടി ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മൾ നല്ലോണം പ്രാർത്ഥിക്കണം അമ്മമാർക്ക് വേണ്ടി, വാപ്പാർക്ക് വേണ്ടി. ആ അമ്മാനെ തൊട്ട് റസൂല് പറയാ, ഇത്രയേറെ ഞാൻ സംസാരിച്ചിട്ടും പലിശയെ പറ്റി പറഞ്ഞിട്ടും പലിശയുടെ ഗൗരവം ബോധ്യമായിട്ടില്ലെങ്കിൽ ലോകത്തിന്റെ ഹബീബ് പൊള്ളുന്നൊരു വർത്തമാനം പറയാ, പലിശക്ക് 73 കവാടങ്ങളാണ്. അതിൽ ഏറ്റവും നിസ്സാരമായത്, പലിശയുടെ 73 കവാടങ്ങളിൽ ഏറ്റവും നിസ്സാരമായത് സ്വന്തം മാതാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്, എനിക്ക് പറയാൻ കഴിയില്ല. ബാക്കിയൊരു വികാരാണ്. നിങ്ങൾ കുത്തിട്ട് പൂരിപ്പിച്ചാൽ മതി. സ്വന്തം അമ്മ, പ്രസവിച്ച അമ്മ, ആ അമ്മാനായിട്ട് ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ കഴിയ കൂട്ടരെ? ആലോചിക്കാൻ കഴിയില്ല. നമ്മൾ പറയാം മോളെ എത്തിക്കണോ, ബാങ്കിലെ മാനേജർ പറയാ അതെ വന്നോളൂ സാരല്ലേ ലോൺ തരാം. വീട്ടിലെ ഉമ്മ ഉണ്ടോ? ഉമ്മ ഉണ്ട്. അമ്മാനായിട്ടൊന്ന് ബന്ധപ്പെട്ട് വരുമ്പോഴേക്ക് ഞാൻ ലോണ് ശരിയാക്കാൻ. വെട്ടിക്കൊല്ലൂലേ? വാഹനമാണോ? ലോൺ തരാം. വീട് വെക്കണോ? ലോൺ തരാം. ഓരോ സമയവും ലോണുമായി ബന്ധപ്പെടുന്ന ഓരോ സമയം ഉമ്മത്ത് മുസ്ലിമേ ആലോചിച്ചോളൂ. സ്വന്തം മാതാവുമായി ലൈംഗിക ബന്ധത്തിലാണ് താങ്കൾ ഏർപ്പെടുന്നത്. എങ്ങനൊരു വിശ്വാസി, എങ്ങനൊരു വിശ്വാസിക്കാൻ കഴിയും? എന്റെ മോളെ കെട്ടിക്കണ്ട, എനിക്ക് വീട് വേണ്ട, എനിക്ക് വാഹനം വേണ്ട, എനിക്കൊരു വിദ്യാഭ്യാസം വേണ്ട, എനിക്ക് അത്തരം ഒരു ബിസിനസ് വേണ്ട, കാരണം എനിക്ക് എന്റെ ഉമ്മ പ്രധാനമാണ്. എന്റെ ഉമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമാനമാണെന്ന് ലോകത്തിന്റെ ഹബീബ് പഠിപ്പിച്ച 73 കവാടങ്ങളിൽ ഒരു കവാടം പലിശയുടെ കവാടങ്ങളിൽ ഒന്ന് അതാണെന്ന് ബോധ്യമായ ഈ നിമിഷം മുതൽ റബ്ബേ ഇല്ല, എന്റെ ജീവിതത്തിൽ പലിശ വേണ്ട തീരുമാനിക്കാൻ കഴിയണം. മഹാപാപം, അപകടം, അബദ്ധം, അബദ്ധം. പണ്ഡിതന്മാരും പാമരന്മാരും ഒരുപോലെ മനസ്സിലാക്കേണ്ട വിഷയം. എല്ലാവരും ഇന്ന് ഈ വിഷയത്തിൽ ജാഗ്രത കാണിക്കണില്ല. എല്ലാവരും ഈ വിഷയത്തിൽ നമ്മൾ ജാഗ്രത കാണിക്കണം. ഇവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ ഉള്ള ഒരു വ്യത്യാസമുള്ള സഹോദരങ്ങൾ. ശരി, ഗൗരവമായ ഒരു കാര്യത്തിലേക്ക് കൂടി നിങ്ങൾ ക്ഷണിക്കാം. ഗൗരവമായ ഒരു കാര്യത്തിലേക്ക് കൂടി. ഈ പലിശ അത്ര നിഷിദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ പലിശയുമായി ബന്ധപ്പെട്ട ഏതേത് മേഖലയുണ്ടോ അതൊന്നും നമുക്ക് പാടില്ലാത്തത്. അത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് നമ്മൾ അറിയാതെ കടന്നു വന്ന ഒരു പാപം, ഒരു പാപം. പടച്ച റബ്ബ് കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇനി നോക്കി നിങ്ങള്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്നിടത്ത്, നമ്മുടെ രൂപവും വേഷവുമായി ബന്ധപ്പെട്ട് വരുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു പാപം, നമ്മുടെ വേഷവുമായി ബന്ധപ്പെട്ടിരുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂല് വളരെ കർക്കശമായി പറഞ്ഞ ചില സംഗതികൾ. ഇന്നത്തെ ഉമ്മത്ത് മുസ്ലിം അങ്ങനെ ആലോചിച്ചാൽ, ഇപ്പൊ എന്റെ ഈ സദസ്സിലിരിക്കുന്ന സഹോദരിമാര് വീട്ടിൽ നിന്ന് രാത്രിയാണ് വരുന്ന നിലക്കാണ് ചിലരൊക്കെ ഇസ്ലാമിലെ ജിൽബാബ് അല്ലാത്ത ധരിച്ചത്. ശ്രദ്ധിക്കണേ, ഇസ്ലാമിലെ വേഷമായ ജിൽബാബ് അല്ലാത്ത ധരിച്ചത്. ചിലര് ചുരിദാർ ഇട്ടുണ്ടാവും, ചിലര് സാരി ഇട്ടിട്ടുണ്ടാവും, ചിലര് സാധാരണ മാക്സി ഇട്ടുണ്ടാവും. രാത്രിയാണല്ലോ, ആരും കാണൂലല്ലോ, ഇൽമിന്റെ മജ്ലിസിലല്ലേ. നമ്മൾ പണ്ടേ അങ്ങനെ പാതിരാവയലിനൊക്കെ അങ്ങനെ ഔറത്തൊന്നും മറക്കൂല, അങ്ങനെ വരികയാണ് വയലൊക്കെ. പക്ഷെ ഈ സദസ്സിൽ വന്ന ആൾക്കാർ ഇനി അടുത്ത തവണ വരുമ്പോ അങ്ങനെ വരരുത്, പ്രത്യേകം ഓർമ്മപ്പെടുത്താം. എന്തുകൊണ്ട്? ഇസ്ലാമികമല്ല, ഇസ്ലാമികമല്ല. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണും. ആ വേഷത്തിന്റെ ഗൗരവം എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. എവിടെ എത്തി ഉമ്മത്ത് മുസ്ലിമാണ്? എവിടെ എത്തി? നമ്മുടെ സമൂഹത്തിൽ കയറിയാൽ, ഞാൻ ട്രെയിനിൽ കയറിയപ്പോ തന്നെ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളെ വേഷം കണ്ട അത്ഭുതപ്പെട്ടു. ഞാൻ ദിവസം കാണുന്ന കാഴ്ച, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ, കോളേജിലൊക്കെ മക്കൾ വരുന്ന കോലോ, ഓള് നടക്കണ കോലോ, എന്റെ സ്ഥാപനത്തിൽ അവർ ജോലിക്ക് വരുന്ന കോലോ ഒക്കെ ഞാൻ കാണാറുണ്ട്. നോക്കണേ നിങ്ങള്, അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഹബീബ് പറയുന്നത് നമ്മുടെ ഉമ്മ, വിശ്വാസികളുടെ മാതാവ്, പണ്ഡിത, സ്വഹാബ വനിതകളിൽ അഗ്രഗണ്യ നമ്മുടെ ഉമ്മ, ലോകത്തിന്റെ സയ്യിദായ, ഉമ്മത്തിന്റെ സയ്യിദായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, ഈ ഉമ്മത്തിന്റെ നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാ. ആരാന്നറിയില്ലേ നിങ്ങൾക്ക്? ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. നമ്മുടെ ഉമ്മ പറയുകയാ, ആയിഷത്ത് ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനല്ലാഹു അർ-റജുലത മിനൻ നിസാ.
ആൺവേഷം ധരിക്കുന്ന അനുകരിക്കുന്ന സ്ത്രീ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്താ സ്വലാത്ത് കേൾക്കാത്തത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒച്ചട്ട് പേടിപ്പിക്കൊന്നും വേണ്ട, തീരെ മിണ്ടാതിരിക്കും വേണ്ട. നമ്മുടെ ശരീരത്തെ കേൾപ്പിക്കുന്ന രീതിയിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് 7ഓളം റിവായത്തുകൾ വന്ന സ്വലാത്ത്. നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന ഇബ്രാഹിമിയ സ്വലാത്തിന്റെ വ്യത്യസ്ത രീതികൾ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ് എന്ന സ്വലാത്ത്. സ്വല്ല പേരേക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സ്വലാത്ത് നാരിയ സ്വലാത്തല്ല, ആ സ്വലാത്തല്ല, കഞ്ചിലർഷല്ല, അങ്ങനെ ഒരു സ്വലാത്തുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ അദദ റംലിത്തറാ വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നബിദിനത്തിന്റെ റാലി, ബിദ്അത്തായ റാലി അങ്ങനെ നീങ്ങുമ്പോ ഉസ്താദ് അങ്ങനെ പാടിക്കൊടുത്തിട്ട് ഖൗം അങ്ങനെ ഏറ്റുചൊല്ലുന്ന സ്വലാത്തല്ല, ആ സ്വലാത്തല്ല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച സ്വലാത്ത്, റസൂലുള്ളാഹിക്ക് ഗുണം കിട്ടാനുള്ള ഒരു പ്രാർത്ഥന എന്ന നിലക്ക് വരുന്ന സ്വലാത്തുകളൊക്കെ. പക്ഷെ എണ്ണവും വണ്ണവും നിശ്ചയിച്ച റസൂൽ പഠിപ്പിച്ച സ്വലാത്തിൽ മാത്രമേ. രാവിലെ 10, വൈകുന്നേരത്തെ 10, വെള്ളിയാഴ്ച പ്രത്യേകം സ്വലാത്ത്. അതൊക്കെ ഏതാ സ്വലാത്ത്? നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സ്വലാത്ത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ റസൂൽ പറയുന്നത് ആൺവേഷം ധരിക്കുന്ന സ്ത്രീ അല്ലാഹു ശപിക്കുന്നു. ആൺവേഷം എന്ന് പറഞ്ഞാ ആണിന്റെ വസ്ത്രം, ആണിന്റെ മുടി, ആണിന്റെ മുഖം പോലത്തെ മുഖം, ശരീരത്തിൽ വരെ പുരുഷന്മാരെ അനുകരിക്കാം. ഉമ്മത്ത് മുസ്ലിമയിലെ പെണ്ണിന്റെ കോലം വരെ അങ്ങനെ. എത്ര ജീൻസുകാരികളാ നമ്മളെ സമൂഹത്തിൽ. ആണാണോ പെണ്ണാണോ എന്ന് ബാക്ക് നോക്കി അറിയില്ല. എന്റെ മോനൊരു ദിവസം ഒരു പെണ്ണിനെ കാണുമ്പോൾ ഇപ്പൊ അത് ആണല്ലേ ചോദിച്ചു, സത്യത്തിലെ പെണ്ണേന്നു. കുട്ടി ബൈക്കുമെന്ന് ചോദിച്ചപ്പോ അത് ഒരു വയസ്സായ സ്ത്രീയാണ്. അതിന്റെ വരെ കോലാക്കോലത്തില. പക്ഷെ മറ്റൊരു മതസമൂഹത്തിൽപ്പെട്ടതാണ്. നമ്മളെ സമൂഹത്തിലെ പെൺകുട്ടികളുടെ വേഷം എന്താ നോക്കിയത്? അബൂദാവൂദ് 4099 റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹദീസ് സ്വഹീഹാണ്. വളരെ മോശം. അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാഇ വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർറിജാൽ. സ്ത്രീരൂപം സാമ്യമുണ്ടാക്കുന്ന പുരുഷനെയും പുരുഷരൂപത്തിൽ സാമ്യമുണ്ടാക്കുന്ന സ്ത്രീയെയും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയിലെ 5885 നമ്പർ ഹദീസാ. ഇതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാനാണ് ഞാൻ ഈ നമ്പർ വരെ പറഞ്ഞത്. എന്റെ വകയല്ല എന്ന് പറയാം. സ്ത്രീരൂപം, താടിയും മീശയും വടിച്ച മുഖം പുരുഷന്റെ, പെൺവസ്ത്രം ധരിക്കുക, പെണ്ണിന്റെ സ്റ്റൈലിൽ മുടി, ശാരീരിക ചലനം വരെ, അങ്കലാവണ്യം വരെ പെണ്ണിൻ്റെത്. ഇങ്ങനെ എല്ലാറ്റിലും പെണ്ണിനെ അനുകരിക്കണ പുരുഷനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞതിന് നേരെതിരെ. താടി മീശയില്ലാത്ത മുഖം എന്ന് പറഞ്ഞാല്, ഞാൻ ഒരു കാര്യത്തിൽ ഹനഫി മദ്ഹബിനെ അംഗീകരിക്കേണ്ട. ഒരു കാര്യത്തിൽ പല ദുർബലതയും ഹനഫി മദ്ഹബിലുണ്ട്. ഒരുപാട് ദുർബലത പല വിഷയത്തിലുണ്ട്. കൈകെട്ടുന്ന വിഷയം മുതൽക്ക് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരെ ഹനഫി മദ്ഹബിൽ ഒരുപാട് ഹദീസിന് വിരുദ്ധമായതുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ ഹനഫി മദ്ഹബിനെ ഞാൻ അംഗീകരിക്കും. അതെന്തിലാ നിങ്ങള്? ഹനഫി മദ്ഹബിന്റെ കാർക്കശ്യം, താടി വടിച്ച പുരുഷനെതിരെയുള്ള ഹനഫി മദ്ഹബിന്റെ കാർക്കശ്യം എന്താ അറിയോ? താടി വടിച്ചവനെ പറ്റി സ്ത്രീ പ്രകൃതനാണ് ഹനഫി മദ്ഹബിലെ ഇമാമിയങ്ങൾ പഠിപ്പിച്ചു. മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഗൗരവം. താടി വടിച്ചവനെ പെണ്ണിനെ സമാനാക്കി. എന്റെ മുന്നിലിരിക്കണ ആൾക്കാര് ഇത് അറിയാത്തവരുണ്ടാവാം, അവര് പഠിക്കാനാ. നാളെ മുതൽ ഇത് വരണ്ട അതങ്ങനെ വന്നോട്ടെ, ഇതൊന്നും തുടരണ്ട, അതാണ് പൊയ്ക്കോട്ടെ. നോക്കണേ നിങ്ങള് 30 ചില്ലാനും വരുന്ന ഹദീസ്, അല്ലെങ്കിൽ 2 ഡസനിലധികം വരുന്ന ഹദീസ്, 11ഓളം ഹദീസുകൾ 11ഓളം ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും അടക്കം 11ഓളം പ്രസിദ്ധമായ ഹദീസുകൾ. പുറമേ അതും എത്ര ഹദീസാണെന്ന് അറിയുന്നത്? വടിക്കൽ ഹറാം. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും പഠിപ്പിച്ചത് താടി വടിക്കൽ ഹറാം. 4 മദ്ഹബിന്റെ ഇമാമിക്കടെ എന്തൊക്കെ തർക്കമുണ്ട്, എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം. ഒരു വിഷയത്തിൽ മാത്രമേ ഇഖ്തിലാഫില്ലാത്തുള്ളൂ. താടി വടിക്കൽ ഹറാമാണെന്നുള്ള വിഷയത്തിൽ ആലിമീങ്ങൾക്കിടയിൽ, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്കിടയിൽ യാതൊരു ഇഖ്തിലാഫില്ല. ഈ സദസ്സിലിരിക്കണ ആർക്കെങ്കിലും അത് അറിയില്ലെങ്കിൽ സാധുക്കള് ഈ നിമിഷം മുതൽ എന്ത് ചെയ്യാ? ഇനി ബ്ലേഡും കത്തി ഉപയോഗിക്കാൻ നിൽക്കണ്ട. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, പടച്ചോങ്ങൾക്ക് നന്മ ചൊരിയട്ടെ. ആമീല്ലേ? ആമീൻ. ഇതൊക്കെ ഓർമ്മിക്കണല്ലേ ഇടക്കിടക്ക്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കണേ, ഞങ്ങള് ഏതുവരെ പെണ്ണിന്റെ വസ്ത്രം ധരിക്കുക,
പെൺവസ്ത്രം ധരിക്കാം. നമ്മള് ചില ചെറുപ്പക്കാരെ കാണാൻ വരും, കയ്യമ്മല് കാണാൻ ഒരു തളയും വളയൊക്കെ, കാലിരിക്ക, കമ്മല്, കഴുത്തിലൊരു മാല, കയ്യമ്മല് കുറെ ചരടും ഉണ്ടാവും, അതിന്റെ ഇടയിൽ കൂടി കാണാൻ ഓരോ ആഭരണങ്ങള്, നെക്ലസ്, വള. ആണുങ്ങളെ ചിലതിങ്ങനെ അങ്ങനെ കയറ്റി വെക്കും, പഴയ ആ സ്റ്റൈല്. ഓന്റെ ചില സിനിമയുടെ അനുകരണം. ഇതിങ്ങനെ കയറ്റി വെച്ചാൽ വലിയ ആണാന്നാണ്, അവന്റെ തണ്ട കൈയൊക്കെ വെള്ളം ഉഷാറാന്നാണ് വിചാരം. പെണ്ണിനെ അനുകരിക്കൽ മോശമാണ്, റസൂൽ ശപിച്ചു. അതൊക്കെ ഓരോരുത്തർക്ക് റസൂൽ പ്രകൃതി നിശ്ചയിച്ചതിനെതിരായിട്ട് നമ്മൾ പോകരുത്. അപ്പൊ ഈ ഒരു അനുകരണം പാടില്ല. ഞാൻ വിഷയത്തേക്ക് വരുന്നത്. രണ്ടാമത്തെ എന്താ? പുരുഷ രൂപത്തിൽ സാമ്യം ഉണ്ടാക്കണം, വസ്ത്രത്തിലും മുടിയിലും മുഖത്തിലും ശരീരത്തിലും. അതിൽ നമ്മളെ പെണ്ണുങ്ങളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സംഗതി, പഠിക്കാൻ വേണ്ടി പറയണേ, നിങ്ങൾ ആരും വെറുക്കാൻ വേണ്ടിയല്ല, വെറുത്താൽ എനിക്ക് പ്രശ്നമില്ല. ഈ പുരികണ്ട് ഇങ്ങനെ പ്ലക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു ചെറിയ സാധനം എടുത്തത് ഇങ്ങനെ കട്ട് ചെയ്യും, എന്നിട്ടാണ് കോലിട്ടമാരി ഉണ്ടാവുക രണ്ട് സൈഡ്. ഹദീസ് വേറെ തന്നെ കാണാൻ വിഷയം. ഇത് പറിച്ചു കളയുന്ന സ്ത്രീകൾ അല്ലാഹു ശപിച്ചതായി. പച്ച കുത്തുന്ന പെണ്ണ്, പുരികം പറിച്ചു കളയുന്ന പെണ്ണ് അല്ലാഹു ശപിച്ചിരിക്കുന്നു. അല്ലാഹു ശപിച്ചിരിക്കുന്നു അത്തരം പെണ്ണുങ്ങളെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാ. അതുകൊണ്ട് ഒരർത്ഥത്തിലുമുള്ള സാമ്യതയും ഉണ്ടാകാൻ പാടില്ല. ഇനി നോക്കണേ, നമ്മൾ സാധാരണ കേൾക്കുന്ന ഹദീസാ, സിൻഫാനി മിൻ അഹ്ലിന്നാർ ലം അറഹുമാ, രണ്ട് തരക്കാർ നരകത്തെ എന്റെ അവകാശികളിൽ പെടുന്നവരെ ഞാൻ വീക്ഷിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ലോകത്തിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഈ രണ്ട് കൂട്ടരെ ഞാൻ കണ്ടിട്ടില്ല. സ്വഹീഹ് മുസ്ലിമിലെ 2128 നമ്പർ ഹദീസാണ്. ഹദീസ് അതിലൊരു കൂട്ടർ ഏതാണെന്നറിയോ? ഒരു കൂട്ടർ ഏതെന്നറിയോ? വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദ്ന റീഹഹാ വഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി കദാ. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഏരാന്നറിയോ, ആരാന്നറിയോ? ഒരു വിഭാഗം കാസിയാത്തുൻ വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ, ശരീരഭാഗം വസ്ത്രം ധരിച്ചിട്ടും നഗ്നത മറക്കാത്ത സ്ത്രീകളാണ്. അഥവാ ശരീരത്തിന്റെ ഭാഗം പുറത്ത് കാണിക്കുന്ന, ശരീരം നിഴലടിക്കുന്ന, ശരീരം മുഴപ്പിച്ച് കാണിക്കുന്ന വസ്ത്രം ധരിച്ച സ്ത്രീകളാണ്. മുമീലാത്തുൻ, പുരുഷന്മാരിലേക്ക് ചെരിഞ്ഞു പോകുന്ന പ്രവണതയുള്ള സ്ത്രീകൾ. മായിലാത്തുൻ, പുരുഷന്മാരെ അവരിലെ മറച്ചു വെച്ച സൗന്ദര്യത്തിലേക്ക് ക്ഷണിക്കുന്ന സ്ത്രീകൾ. പിന്നെയോ തലക്കെട്ട്, മുടിക്കെട്ട് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഉയർന്ന് ഒരു ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നതായിരിക്കും. അഥവാ അവർ അന്യ പുരുഷന്മാരെ ലക്ഷ്യം വെച്ച് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. ഇതൊന്നും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടൂല. ഈ പറഞ്ഞാൽ എങ്ങനെ തല ഇങ്ങനെ കെട്ടിവെക്കും ചില മഫ്തക്കാരികളൊക്കെ ഉണ്ടാവും. ഞാൻ സാധാരണ കുടുംബ ക്ലാസ്സിലൊക്കെ ആക്ഷൻ കാണിച്ചു കൊടുക്കലുണ്ട്. മഫ്ത ഇടുന്ന ചില സ്ത്രീകൾ തന്നെ കാണാം, ഈ മുടി ഇങ്ങനെ കെട്ടി ഇവിടെ ഇങ്ങനെ കെട്ടിച്ചിട്ടുണ്ടാവും, ഒരു കുറ്റി പോലെ. എന്നിട്ട് പിന്നെ ഒരു മഫ്ത, അപ്പൊ ഇതിങ്ങനെ പൊന്തിക്കും. മഫ്ത ധരിച്ചൊരു കഥയെ പറഞ്ഞു. പൊതിങ്ങനെ മേലേക്ക് നെറ്റിപ്പട്ടം കെട്ടിയമാരിങ്ങനെ ഉണ്ടാവും. എന്നിട്ടോ കർക്കടക്കൂര് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. രണ്ടു തരം, കുംഭം തേങ്ങയും കർക്കട തേങ്ങയും. അത് ഒന്ന് വലുതൊന്ന് ചെറുതാ. മുഖം എത്ര ഉണ്ടാവുള്ളൂ, ഉള്ളു കൂടി കാണും കൂടി ഉള്ള വസ്ത്രമൊക്കെ ഇസ്ലാമികം. മുഖം മാത്രം ഇങ്ങനെ കണ്ണ് തട്ടിത്തടഞ്ഞ് വീണ് സ്റ്റെപ്പുമെന്ന് വീണ് കയ്യൊടിഞ്ഞ് പിറ്റേന്ന് ഇങ്ങനെ നടക്കണം താങ്ങിയിട്ട്. അപ്പൊ അത് നേരാവണ്ണം മറിച്ചൂടെ? ഇസ്ലാം പറഞ്ഞത് അല്ലെ ഒന്നിച്ചു താത്തിയുടെ ജിൽബാബ്, ഇസ്ലാമിലെ വേഷം, യഥാർത്ഥ വേഷം. പല പെണ്ണുങ്ങളും, എത്രയോ പെൺകുട്ടികളറിയും. ഈ ആധുനിക കാലത്ത് കിട്ടുന്ന ചില പർദ്ദകൾ, ആ പർദ്ദകളുടെ ഒരു ന്യൂനത, ആ പർദ്ദകളോടൊപ്പം കിട്ടുന്ന ചില ഷാളുകൾ മഫ്തുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഒന്നിച്ച് ഇത്ര മുഴുവൻ മറിയണ മഫ്ത് ഒന്നും പെണ്ണുങ്ങൾക്ക് വേണ്ട. പിന്നെ അതിങ്ങനെ ചുറ്റി പാഞ്ചാലിന്റെ വസ്ത്രാക്ഷേപം എന്ന് പറയുന്നത് 36 ചുറ്റുണ്ടാവും തുണിമല്. എന്നിട്ട് ചുറ്റിയാലും ഇവിടെ പുറത്തായിരിക്കും കഴുത്ത്. ഈ കഴുത്ത് ഇപ്പോഴും പുറത്താവും. എത്ര ചുറ്റിയാലും കഴുത്ത് പുറത്ത്, അത് മറിഞ്ഞിട്ടുണ്ടാവില്ല. അതിങ്ങനെ അതിന്റെ ഉള്ളിൽ കൂടി ആ മാല ഇങ്ങനെ കാണും, മഹറുമാല.
ഞാൻ ഈ അടുത്ത് കൂടി കണ്ടു. ഞാൻ മിന്നാതെടുത്ത് പ്രസംഗിച്ചപ്പോൾ പറയും ചെയ്തു, നിങ്ങളോടും പറയാം, മഹ്റമാലിന് പുറത്തേക്ക് അടിക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഷൂ ചെരുപ്പിട്ട് ഇങ്ങനെ പർദ്ദ ധരിച്ച് പെണ്ണായി പോണത്. സുബ്ഹാനല്ലാഹ്, പടച്ചോൻ കാക്കട്ടെ ഉമ്മത്ത് മുസ്ലിമിലെ പെണ്ണുങ്ങളെ ആണുങ്ങളെ. ഞാൻ ഉറപ്പാ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറഞ്ഞു, പടച്ചോനെ ശാപം ശപിക്കാൻ പാടില്ല എന്നാ, ഇത് ശപിക്കണ വേണം. എന്തിനായി വൃത്തിയിട്ട വേഷം, അന്യ പുരുഷന്മാരൊക്കെ ആകർഷിക്കണമത്തെ വേഷം. എന്നിട്ട് ഇറുകി പിടിച്ചൊരു പർദ്ദ ഇങ്ങനെ ഓയില് മാറി അങ്ങനെ ഒട്ടി ശരീരത്തിൽ കൂടി ഇങ്ങനെ ഒട്ടി പളക്കണ ഒരു പർദ്ദ. നിങ്ങൾ ശരിക്കും പഠിച്ച ഒറ്റ നോട്ടത്തിൽ ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ കണ്ടോ? എന്താ ചെയ്യാ? കാണേണ്ടി വന്നില്ലേ? മുമ്പിൽ ഇങ്ങനെ നടക്കുക, ബേക്കിൽ ഇങ്ങനെ വരിക. തുറന്നു പറയാ, ഞങ്ങളോട് തുറന്നു പറയാ, നമ്മുടെ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്നിട്ട് ഒരു മാലയും, ആ മാലമ്മല് ആനന്റെ ഇതുണ്ടാവില്ലേ, തലശ്ശേരി കൊമ്പൻ ചിറ്റലശ്ശേരി പാപ്പ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത മാതിരി, അതുപോലെ ഒരു വലിയ ഇതും പുതിയാപ്പളിന്റെ പേര്, ആ മഹറുമാല പുതിയാപ്പളിന്റെ പേര്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടത്. തിരുവമ്പാടി തമ്പ്രാൻ, ആനകൾക്ക് പേരിടും പൂരത്തിന്, അതേമാതിരിയാ വലിയൊരു മാല, അതുമൊന്നൊരു വലിയ പേര് തമ്പ്രാൻ, അവന്റെ പുതിയാപ്പളിന്റെ പേര്. എന്നിട്ട് കോന്തം കൂടെ നടക്കുക, ഈ ഇസ്ലാമിലല്ലാത്ത വേഷം ധരിപ്പിച്ച പെണ്ണിനെ. മറിഞ്ഞിട്ടില്ല, ശരീരം മറിഞ്ഞിട്ടില്ല, ഔറത്ത് പുറത്താണ്, ഇറുകിയതാണ്, ഇടുങ്ങിയതാണ്, ലോലമായതാണ്, ശരീരത്തിന്റെ വടിവ് പ്രകടമായതാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്ത് പോണു എന്ന് പറഞ്ഞ വേഷമാണ്. ഇത്ര വൃത്തിയിട്ട വേഷം ആലോചിച്ചു. അത് പിന്നെ നമ്മൾ പറയാം, അഡ്ജസ്റ്റ് ചെയ്യട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഷാളൊക്കെ ചുറ്റി കഴുത്ത് ഇങ്ങനെ കാണും. ഞാൻ സാധാരണ പറയുന്നത്, ഒരിക്കലും മോളോട് ചോദിച്ചു, അല്ല കുട്ടിയെ എന്റെ കഴുത്തൊക്കെ പുറത്താണ്, ഇത് ദിവസം കാണും, ദൈവത്തടത്തന്നെ നമ്മള് പറഞ്ഞു കൊടുക്കണ്ടേ, കഴുത്ത് പുറത്താണ് മോളെ, അവിടെ മാല ആ നെക്ലസും കാണാണ്ട. അവനോട് പറഞ്ഞത് കുടുക്കി കെട്ടി കാണാൻ വേണ്ടിയിട്ടാണ്. ആര്? ഞാൻ ധരിച്ച നെക്ലസ് മറ്റൊരു കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിവാക്കിയിട്ടത്. നിങ്ങൾ ആലോചിച്ചൊക്കെ അതിന്റെ ധൈര്യം, എന്തൊരു ധൈര്യം പെൺകുട്ടിക്ക്. മുസ്ലിം പെൺകുട്ടി പറഞ്ഞ വാക്കത്. നമ്മളെ ആൾക്കാരെ ധരിച്ചു കണ്ടാ തോന്നുന്നറിയോ, ഇപ്പോഴും കാണാം, എത്ര മറിച്ചാലും മാറുമറിയാത്തൊരു ഷാള്. ഇവിടെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, എന്നാലും ഈ ഒരു ഗ്യാപ്പ് ഇങ്ങനെ പുറത്തുണ്ടാവും. ഇതൊക്കെ ഞാൻ അങ്ങനെ കാണിച്ചിരുന്നതിനറിയോ, ഇത്ര ഉളുപ്പും ചെടുപ്പും. എന്തിനാണ് നിങ്ങൾ ഹബീബെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണത്? ഉപദേശിച്ച് പോയാ പോരെ. ആ നാളിനോട് ചോദിക്കുക ഒരാള്, നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കണേ? ആൾക്കാർക്ക് വെറുപ്പ് തോന്നൂലേന്നാ. നിങ്ങൾ വെറുത്താൽ എന്താ, ഇഷ്ടപ്പെട്ട എന്താ? നിങ്ങൾക്ക് പഠിച്ചോണ്ട് ഇഷ്ടം മതി. ഞാൻ കാണിച്ചു കൊടുക്കണേനാ കുറ്റം, ആൾക്കാർ ചെയ്യണേനല്ല. ഞാൻ പറഞ്ഞു കൊടുക്കണേനാ കുഴപ്പം, ആൾക്കാർ ചെയ്യണേനല്ല. ഒരിക്കൽ പറയാം, ഇയാൾ എപ്പോ നോക്കിയാലും നമ്മളെ വിമർശിക്കാം, നമ്മളെ പണിത മെമ്പറിൽ നമ്മൾ കൊടുത്ത പൈസ കൊണ്ട് നമ്മൾ പറഞ്ഞ പള്ളിയിൽ നമ്മളെ തന്നെ തെറി പറയുന്നു അവരുടെ ചോദിച്ചിരിക്കും. കോഴിക്കോട്ടനെ അവർക്ക് പറഞ്ഞു. അപ്പൊ എന്താ, ഒരാഴ്ച ഖുത്ബ, എന്ത് മുടി കറുപ്പിക്കാൻ പാടില്ല, ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ വരും, മുടി കറുപ്പിക്കാൻ പാടില്ല, മൂപ്പര് മുടി കറുപ്പിച്ചിക്കണം. ഒരാഴ്ചത്തെ ഖുത്ബ താടി വടിക്കാൻ പാടില്ല, അപ്പൊ എന്താ മൂപ്പര് താടി വടിച്ചിക്കണം. വേറൊരാഴ്ചത്തെ ഖുത്ബയിൽ, രണ്ടാമത്തെ ഖുത്ബയിൽ റിംഗ് ടോൺ, മൊബൈലില് സംഗീതം കേട്ടരുത്, നല്ല ശബ്ദം മതി, പൂരപ്പറമ്പ് പോയ മാതിരി ഉണ്ടാവരുത്. അത്തയ്യാത്തിലൊക്കെ കാണാം, തുജേ ദേഖാ തോയേ ജാനാസനം. ഒരുത്തന്റെ ഒരു ബംഗാളിന്റെ ഓനെ തച്ചിലാന്നുള്ള അറബികളൊക്കെ പാടും. ആ അങ്ങനെ വൃത്തിയിട്ട പാട്ട്. ചില മൊബൈലിനൊക്കെ പറയാം, നീ എന്റേതല്ലേ, അത്തയ്യാത്തിരിക്കുമ്പോഴേ ഞാൻ എന്റേതല്ലേ, നമ്മളെന്നും ഒന്നല്ലയോ തോഴി. അപ്പൊ നമ്മളെ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു വസ്സലാം. ഇത് മുസ്ലിമിന്റെ മൊബൈലിലാ. ഓ മാപ്പിള പാട്ടിയല്ലയോ, നിങ്ങൾ എന്തിനാ കുറ്റം പറയുന്നേ? നിങ്ങളെ കൊല്ലത്തര ഭാഷ പറയാം, എന്തോ പറയാനാ, നിങ്ങൾ എന്തിനാ വിമർശിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. വിമർശിക്കുക മാപ്പിളപ്പാട്ടെന്ന് എന്താന്ന് ആൾക്കാർക്ക് അറിയില്ല. എന്താ മാപ്പിളപ്പാട്ട്? ഞാൻ വിഷയം മാറില്ല. മാപ്പിളപ്പാട്ട് എന്താ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങടെ കൽഭകമെന്നോ, കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. പഴക്കം ചെന്ന മാപ്പിളപ്പാട്ട മുഹീദ്ദീൻ മാല. നമുക്ക് പാടാൻ പറ്റുമോ? ഏറ്റവും വലിയ മാപ്പിളപ്പാട്ട് പാടാം. അതൊക്കെ പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാം. ശിർക്കാണെങ്കിൽ ലേശം ഒരു പുളിച്ചിത്തരം കുറവുണ്ടെന്നില്ല. പക്ഷെ അങ്ങനെ ഓതുമ്പോ മുഹീദ്ദീൻ മാല അങ്ങനെ പാടുമ്പോ നമുക്ക് മനസ്സിലാവും, സംഗതി ഓതുന്ന തന്നെ മനസ്സിലാവും. എല്ലാതിന്റെ അവസാനം ഓവർ 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 എന്നുള്ളതൊക്കെ ഓവറാണ്, അപ്പൊ തന്നെ മനസ്സിലാവും. പക്ഷെ ഈ ജാതി പാട്ടോ, ഒരിക്കൽ ബസ് കയറിയ തൃശ്ശൂരിന് ഖുത്ബ കഴിഞ്ഞു പോകും വെള്ളിയാഴ്ച. അപ്പൊ എന്താ പാട്ട് അറിയോ? ഒരു വട്ടോ ഞാൻ വേഗം ക്ലിക്കാവും. ചിലതൊക്കെ ശൈത്താനിയത്താണെങ്കിൽ ചിലതൊക്കെ വേഗം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടേ. എന്നോടൊന്നും മിണ്ടുമോ, എന്റെ കൂടെ പോരുമോ,
എനിക്കായി പാടുമോ കൂട്ടുകാരി. അപ്പൊ കൊറേ കോളേജ് കുട്ടികളുണ്ടായില്ലേ, അപ്പൊ ഡ്രൈവർക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടാവും. മാപ്പിളപ്പാട്ടാണോ? നമ്മളെ മുസ്ലിം പെണ്ണുങ്ങളെ ഉമ്മരത്ത് വരുന്ന പാട്ടാ, ഇശാമരിമിന്റെ അടിയിൽ വരുന്ന പാട്ടാണ്. നിങ്ങൾ ആലോചിക്കും മാപ്പിളപ്പാട്ട് എന്താന്ന് തന്നെ ആൾക്കാർക്ക് അറിയില്ല. ശരിക്കും ഇസ്ലാമിൽ ഗാനങ്ങളിൽ ഉണ്ട്. ഇൻഷാ അല്ലാഹ് സംഗീതം പറയുന്നിടത്ത് പറയണമെന്ന് വിചാരിച്ച്, പക്ഷെ നമുക്ക് സമയം കുറവാണ്, ഞാൻ ആ ഭാഗം വിടാം. തീർന്നില്ലെങ്കിൽ നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് ബാക്കിയാണ്. പക്ഷെ പറയാൻ പോകാൻ പറ്റുള്ളൂ. നമ്മളെല്ലാതും ഇങ്ങനെ തന്നെ. പാട്ട് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, അനുവദിക്കാത്തതുണ്ട്. അപ്പൊ അനുവദിച്ച പാട്ടൊക്കെ നിങ്ങൾ, ഞാൻ സാധാരണ ചില സീഡികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വലിയ പാപ. ഒരു കുട്ടികളെ MSM ഇറക്കിയൊരു പാട്ടുണ്ട്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്, വേർപതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. ആടോ, എന്തിനാ മനുഷ്യ അഹങ്കരിക്കണം? മരിച്ചാണ് പോയാൽ പിന്നെ വെറൊരു മയ്യത്തല്ലേ. മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبر ثم إذا شاء أنشر. അല്ലാഹുവിന്റെ ആയത്തിലേക്ക് മുട്ടിക്കാൻ പറ്റിയൊരു പാട്ടാണ്. എന്താ മറ്റേ പാട്ടപ്പത്? എന്തെല്ലാം വൃത്തികേട് നമ്മുടെ സമൂഹത്തിൽ. ആ വൃത്തികളുടെ കൂട്ടത്തിലൊരു വൃത്തികേടാണ്. അതുപോലെ വളരെ മനോഹരമായൊരു പാട്ടും കൂടിയുണ്ട്. മരിച്ച് കബറിൽ കൊണ്ടേ വെച്ചിട്ട് എല്ലാരും വേർപിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിരസതയും വേദനയൊക്കെ പറഞ്ഞ പാട്ടുകളുണ്ട് സമൂഹത്തിൽ. നിങ്ങൾ കേട്ടില്ലേ? സാധാരണ ഇപ്പോ നമ്മള് സാധാരണ ആളുകളുടെ അറബികളുടെ